നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അവകാശ നിഷേധത്തിനെതിരെ KSSPA-യുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ട്രഷറികൾക്ക് മുന്നിൽ ധർണ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന് ശക്തമായ ആവശ്യം. പാമ്പാടി താലൂക്ക് ആശുപത്രി പരിസരത്ത് രോഗികളുടെ വാഹന പാർക്കിംഗ് വെല്ലുവിളിയാകുന്നു. വേണ്ടത്ര സൗകര്യമില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വഴിയിൽ. വഖഫ് ബില്ലിനെ കോട്ടയം MP പിന്തുണയ്ക്കണമെന്ന് BJP. MP പിന്തുണച്ചില്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. പ്രതിയായ ഭർത്താവ് നോബി ലൂക്കോസിന് ജാമ്യം. നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം. വാർത്തകൾ വിശദമായി. അവകാശ നിഷേധത്തിനെതിരെ KSSPA-യുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി. പൊൻകുന്നത്ത് സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പൊൻകുന്നം സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് പല മേഖലകളിലെയും ആനുകൂല്യം സർക്കാർ നിഷേധിക്കുകയാണെന്ന് റോണി കെ ബേബി പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തിയാക്കി പിൻവാതിൽ കരാർ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ന് PSC നോക്കുകുത്തിയായി നിർത്തിയിരിക്കുന്നു. PSC-യുടെ റാങ്ക് പട്ടികയുടെ സമപ്പുറമായി കേരളം മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റുകളിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, PSC പരീക്ഷ പോലും ലോക റെക്കോർഡായി മാറുന്ന ഗിന്നസ് റെക്കോർഡായി മാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ക്ലാസ് 4 എംപ്ലോയീസിന്റെ പരീക്ഷയ്ക്ക് പോലും 15 ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷ. പക്ഷേ എന്താണ്, ആ റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഇവിടെ വ്യാപകമായി പിൻവാതിൽ നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ, ഇവിടെ പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിലുമൊക്കെ തസ്തികകൾ ഉണ്ടാക്കിക്കൊണ്ട്, അനധികൃതമായി തസ്തികകൾ ഉണ്ടാക്കിക്കൊണ്ട് സഖാക്കന്മാരെ അവിടെയൊക്കെ പിൻവാതിലൂടെ നിയമിച്ചുകൊണ്ട് ധൂർത്തടിക്കുന്ന, സർക്കാരിന്റെ ഖജനാവ് ധൂർത്തടിക്കുന്ന, ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ ധൂർത്തടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് CM മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. VB ദാമോദരൻ പിള്ള, നിയോജക മണ്ഡലം സെക്രട്ടറി ജോസഫ് മാത്യു, AS മുഹമ്മദ്, KK ഇസ്മയിൽ, ജോർജ് കുട്ടി, രാജൻ പിള്ള, CC ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അവകാശ നിഷേധത്തിനെതിരെ KSSPA-യുടെ നേതൃത്വത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ നടന്ന ധർണയുടെ ഭാഗമായി പാലായിലും ധർണ നടന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അവകാശ നിഷേധത്തിനെതിരെ ട്രഷറികൾക്ക് മുൻപിൽ ധർണ നടത്തുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലാ ട്രഷറിക്ക് മുമ്പിൽ നടന്ന ധർണ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഇതുപോലുള്ള ഓഫീസുകൾക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധ സമരം നടക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയെല്ലാം നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് വ്യക്തമായി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണം. 10 മാസം മുമ്പ് നടപ്പിലാക്കേണ്ട കാര്യമാണ്. സാറ് പറഞ്ഞതുപോലെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ പോലും ഈ സർക്കാർ മുതിരുന്നില്ല. തികഞ്ഞ അവഗണന കാണിക്കുകയാണ്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7ാം ഗഡു സമാശ്വാസം അനുവദിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസിപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി തടഞ്ഞുവച്ച സമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക, ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സണ്ണി മൈക്കിൾ, AG ദൗസ്യ, TV ജയമോഹൻ, AK സാലിക്കുട്ടി, PJ ജോസഫ്, പ്രേം ജോസഫ്, KJ ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലം പരിമിതമാണെന്ന് പരാതി ഉയരുന്നു. താലൂക്ക് ആശുപത്രിയായി ഉയർത്തി ധാരാളം കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്.
കോട്ടയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ രോഗികൾ എത്തുന്ന ആതുരാലയമാണ് പാമ്പാടി താലൂക്ക് ആശുപത്രി. OP ബ്ലോക്ക് ഉൾപ്പെടെ പുതുതായി പണിതിട്ടിട്ടുണ്ടെങ്കിലും ഉദ്ഘാടനം വൈകുന്നതും അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇനിയും ഉണ്ടാവേണ്ടതും പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥ എടുത്തുകാട്ടുന്നു. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവും എക്സ്റേ യൂണിറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാർമസി എന്നിവയുടെ കുറവും താലൂക്ക് ആശുപത്രിയുടെ പോരായ്മ തന്നെയാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പരിസരത്ത് സ്ഥലമില്ലെന്നതും പ്രധാന പരാതിയാണ്. കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന ഇടുങ്ങിയ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ആംബുലൻസുകൾക്കും പോകാൻ കഴിയാതെ വരും. കൃത്യമായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നതായി BMS പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു. ഇവിടെ വരുന്ന പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്ന സംഭവം ഇതിനകത്തില്ല. കാരണം രാവിലെ ഇവിടെ OP ഉള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പം OP വരുന്ന ആൾക്കാർ കഴിവതും വണ്ടിയിലാണ് വരുന്നത്. അപ്പം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കാഷ്വാലിറ്റി ഭാഗത്തില്ല. അത് കൂടുതലും കെട്ടിടങ്ങളല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും ഇതിനകത്തൊന്നും ഇല്ല. പാമ്പാടി ഹോസ്പിറ്റലില്ല. അതുപോലെ കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ വിഷയങ്ങളുണ്ട്. കാഷ്വാലിറ്റി ആവശ്യം ഡോക്ടർമാരില്ല. എക്സ്റേ 24 മണിക്കൂറില്ല. ഫാർമസി ഇല്ല. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഇതിനകത്ത് ഇല്ലെന്നുള്ള വണ്ടി പാർക്കിംഗ് സൗകര്യം എല്ലാം താഴെ വന്നാണ് പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഗൈനക്കോളജി ആ ഗൈനക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. ഈ OPയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് OP കെട്ടിടത്തിന് ഉദ്ഘാടനത്തിന് ഗൈനക്കോളജിയുടെ ആ ഒരു ഫണ്ട് അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിൻ്റെ ഇതിലും പഞ്ചായത്തിൽ 9 കോടി അനുവദിച്ചാണ്. പക്ഷെ ഇതുവരെ അതിനകത്ത് ഒരു സംവിധാനങ്ങൾ ഇതിൽ വന്നിട്ടുള്ളതാണ്. വികസനം എത്തുന്നത് പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും കൂട്ടിച്ചേർത്തു. ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും കാരണം ഇതൊരു വികസന കുതിപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാമ്പാടി ഹോസ്പിറ്റൽ. ഇപ്പോൾ തന്നെ പുതിയ ദന്തലിലേക്ക് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ രോഗികൾക്കും അവിടെയുള്ള നാട്ടുകാർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു അപാര കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ സൗകര്യം വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം വരുന്ന ആൾക്കാർ രോഗികളെ കൊണ്ട് വരുന്ന വണ്ടികളാണെങ്കിലും അപ്പോൾ രോഗികൾ വരുന്നവർക്കാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ പരിമിതി ഉണ്ടായിരുന്നു. അത് വേണ്ടപ്പെട്ട് അത് കണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഏറ്റവും ബെറ്ററായിരിക്കും. അത് ഇച്ചിലൂടെ ഇതിന് വികസനത്തിന് മുന്നേറാൻ സാധിക്കും. അതാണ് എൻ്റെ ന്യൂസ് ബ്യൂറോ പാമ്പാടി. വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാതെ വിശ്വാസ സമൂഹത്തിനെതിരെ നിൽക്കാനാണ് കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് BJP. വഖഫ് ബില്ലിനെ കോട്ടയം MP പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് BJP കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വഖഫ് ബില്ലിനെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയം MP ഓഫീസിലേക്ക് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സർക്കാരിന്റെ കരിനിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഭൂമിയും കൈവശപ്പെടുത്താനുള്ള വഖഫ് നീക്കം കേരളത്തിൽ നടക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ MPമാർ ചെയ്യേണ്ടതെന്നും അതിനുള്ള അവസരമാണിപ്പോഴുള്ളതെന്നും ലിജിൻ ലാൽ പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വിശ്വാസികളുടെ വികാരത്തോടൊപ്പമാണ് ഫ്രാൻസിസ് ജോർജ് എങ്കിൽ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നും ലിജിൻ ലാൽ ആവശ്യപ്പെട്ടു. പങ്കാളികളാവില്ല എന്ന് പറയുമ്പോഴും ഈ ബില്ല് പാർലമെന്റ് വരുന്ന സമയത്ത് എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് തയ്യാറാവുമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണമെന്നാണ് BJP പറയുന്നത്. കേരളത്തിന്റെ നിയമസഭയിൽ ഈ അമെന്റ്മെന്റ് ബില്ലിന് എതിരായിട്ടുള്ള പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഐകകണ്ഠേന ആ പ്രമേയം പാസാക്കാൻ വേണ്ടി കേരളത്തിലെ MLAമാർ CPMന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും എല്ലാം MLAമാർ ഐകകണ്ഠേനയാണ് ആ പ്രമേയം പാസാക്കിയത്. ആ ബില്ലിന്റെ ഭേദഗതിയോട് കൂടിയിട്ട് ആ ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കിയ കേരളത്തിലെ ഇന്ത്യയുടെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ രണ്ട് മുന്നണികളും ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രതിഷേധ മാർച്ചിൽ BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയി ചാക്കോ, സംസ്ഥാന സമിതി അംഗങ്ങളായ NK ശശികുമാർ, MP രാജഗോപാൽ, K ഗുപ്തൻ, NP കൃഷ്ണകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് TN ഹരികുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി PG ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ ഭർത്താവാണ് നോബി. എന്നാൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിക്കുന്നു.
ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ ഭർത്താവാണ് നോബി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കോസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 28 ദിവസത്തിന് ശേഷമാണ് നോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുക്കാതെയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് പീഡിപ്പിച്ചതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നോബിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഹർജി നൽകിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ UDFന്റെ രാപ്പകൽ സമരം ഏപ്രിൽ 4-ന് നടക്കും. വൈകുന്നേരം 4 മണി മുതൽ കോട്ടയത്ത് നടക്കുന്ന സമരത്തിൽ 50,000 പ്രവർത്തകർ പങ്കാളികളാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന രാപ്പകൽ സമരം ഈ മാസം 4-ന് നടക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുൻപിൽ വൈകുന്നേരം 4-ന് ആരംഭിക്കുന്ന സമരം 5-ാം തീയതി രാവിലെ 8-ന് സമാപിക്കും. ജില്ലയിൽ 50,000 UDF പ്രവർത്തകർ ഭാഗമാകും. UDF നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ, EJ അഗസ്റ്റി, ജോയ് എബ്രഹാം, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, അസീസ് ബെഡായിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സമരം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയിലും അവഗണനയിലും പ്രതിഷേധിക്കുന്നതിനോടൊപ്പം പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലെ കെടുകാര്യസ്ഥത പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നതിനുമാണ് ജില്ലയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് UDF നേതാക്കൾ അറിയിച്ചു. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവിടെ വ്യാപകമായ അഴിമതി നടത്തുന്ന പരാതികൾ നിലവിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നൽകിയിട്ടുള്ളത് ഇവയൊന്നും സംബന്ധിച്ച് യാതൊരു അന്വേഷണം നടക്കുന്നില്ല. അതുകൂടാതെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കുറവ് പദ്ധതി വിഹിതം ചെലവഴിച്ച സ്ഥാപനം നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്താണ്. 100% വരെ ഒരു കാലത്ത് പദ്ധതി വിഹിതം ചെലവഴിച്ച ഒരു ജില്ലാ പഞ്ചായത്തായിരുന്നു. ഇപ്പോഴത് 13-ാമത്തെ 12-ാമത്തെ സ്ഥാനത്താണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കോട്ടയം ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതി അതിന് മോശമാണ്. ജോയ് എബ്രഹാം, ഫിൽസൺ മാത്യൂസ്, അമീൻ ഷാ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം സാന്തോം റിട്രീറ്റ് സെന്ററിൽ 10ാമത് വാർഷികം ഉദ്ഘാടനവും ആത്മാഭിഷേക ധ്യാനവും നടന്നു. തൂത്തൂട്ടി മോർ ഗ്രിഗോറിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ സഖറിയാസ് മോർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത തിരുവചന ധ്യാനം നയിച്ചു. ക്രിസ്തുദേവന്റെ നാമം എവിടെ ഉയരുന്നുവോ അവിടെ എല്ലാവരും ഒത്തുചേരുമെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സത്യത്തില് യേശുക്രിസ്തുവിന്റെ നാമം എവിടെയെല്ലാം ഉയർത്തുന്നുവോ ആ നാമത്തിന്റെ ഒരു ശക്തിയും ആ നാമത്തിന്റെ സ്നേഹവും തിരിച്ചറിഞ്ഞ് അനേകം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേകത നമുക്ക് ലോകത്തിൽ എവിടെയും കാണാൻ സാധിക്കും. മതമെന്നോ ജാതിയെന്നോ സഭയെന്നോ സഭകളെന്നോ ഒന്നും വ്യത്യാസമില്ല, പാരമ്പര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൻ്റെ നാമം എവിടെ ഉയർത്തുന്നു അവിടെയൊക്കെ അനേകം മനുഷ്യർ ഒന്നിച്ചുകൂടാ. പാലാ നഗരസഭയിലെ വാട്ടർ അതോറിറ്റി ടാങ്കിന്റെ പൈപ്പ് ലൈൻ തുറന്നുവിടാൻ തുടങ്ങിയിട്ട് 1 മാസത്തിലേറെയായി. പാലാ ഗവൺമെന്റ് ആശുപത്രി പരിസരം ചെളിവെള്ളം കൊണ്ട് മുങ്ങി. വേനലാണെങ്കിലും പാലാ നഗരസഭയിൽ വെള്ളപ്പൊക്കമാണ്. പാലാ നഗരസഭയുടെ വാട്ടർ അതോറിറ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ തുറന്നുവിടുന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. പാലാ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ മുറ്റമെല്ലാം വെള്ളക്കെട്ടിലാണ്. നഗരസഭ അധികാരികളോട് പലതവണ പരാതിപ്പെട്ടിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലേക്ക് പോകാനും ഏറെ പ്രയാസമാണ്. ഇവിടം ചെടിവെള്ളം നിറഞ്ഞു കിടക്കുന്നു. 1 മാസത്തോളമായി ഈ ദുരിതം തുടങ്ങിയിട്ടെന്ന് വ്യാപാരികൾ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകേണ്ട ഓട യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായി പറയുന്നത്. വെള്ളക്കെട്ട് മൂലം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും ഏറെ ബുദ്ധിമുട്ട് ഉണ്ട്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലാ. കുറിഞ്ഞി റോഡരികിലെ തോട്ടിൽ സാമൂഹ്യ വിരുദ്ധ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയതിനാൽ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിൽ. കനത്ത ദുർഗന്ധമാണ് ഇവിടമാക്കി.
സാമൂഹ്യവിരുദ്ധ സെപ്റ്റ് ടാങ്ക് മാലിന്യം തോട്ടിൽ തള്ളിയത് മൂലം ദുർഗന്ധത്തിൽ വലഞ്ഞ് നിവാസികൾ. രാമപുരം കുറിഞ്ഞി റോഡിൽ കുറിഞ്ഞി പള്ളിക്ക് സമീപത്തുള്ള തോട്ടിലാണ് മാലിന്യം തള്ളിയത്. നെല്ലാപ്പാറയിൽ നിന്നും കുറിഞ്ഞി കൂമ്പൻ ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന കരിയില തോട്ടിലായിരുന്നു സംഭവം. ഈ തോട് മിനിച്ചിലാറിന്റെ പ്രധാന കൈത്തോടാണ്. ചെറുതുമരുതുമായ നിരവധി കുടിവെള്ള പദ്ധതികളും ഈ തോടിന്റെ ഇരുകരകളിലുമുണ്ട്. ഇവിടെ ചാക്കിൽ കെട്ടിയ മാലിന്യം തള്ളുന്നതും നിത്യസംഭവമായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ചാക്കിൽ മാലിന്യം തള്ളിയവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. കടുത്തുരുത്തി, വൈക്കം, ഉഴവൂർ, മരിങ്ങാട്ടുപള്ളി, വെളിയന്നൂർ ഈ പ്രദേശങ്ങളിൽ നിന്നല്ല ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. എത്രയും പെട്ടെന്ന് മാലിന്യം തള്ളിയവരെ പിടികൂടി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ അധികൃതർ മുൻകൈ എടുക്കണം. ഈ വയ്യാവലികളെ ഒന്ന് പിടിച്ച് എങ്ങനെ ഈ ഒരു നിയമത്തിന് പിന്നെ കൊണ്ടുവരണം. അതിനകത്ത് എത്ര തോന്നുന്നു നഷ്ടപ്പെടണം. പഞ്ചായത്ത് മുൻകൈ എടുക്കണം. അതുപോലെ പോലീസുകാർ ഈ തപ്പിപ്പിടിക്കണം. CCTV വെച്ച് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്. വണ്ടിയുടെ പെർമിറ്റും റദ്ദാക്കി കളയണം. നല്ല തുക ഫൈന് വേണം. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ 10:30 കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ കാര്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ താലൂക്ക് ഓഫീസിലോ താലൂക്ക് വികസന സമിതിയിലോ ഹാജരാക്കാം. വാഴൂർ പഞ്ചായത്തിലെ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന ഈ മാസം 10 വരെ ക്ഷേത്രവും 3 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള പ്രദേശവും ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവകാശ നിഷേധത്തിനെതിരെ KSSTA-യുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ട്രഷറികൾക്ക് മുന്നിൽ ധർണ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന് ശക്തമായ ആവശ്യം. പാമ്പാടി താലൂക്ക് ആശുപത്രി പരിസരത്ത് രോഗികളുടെ വാഹന പാർക്കിംഗ് വെല്ലുവിളിയാകുന്നു. വേണ്ടത്ര സൗകര്യമില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വഴിയിൽ. വഖഫ് ബില്ലിനെ കോട്ടയം MP പിന്തുണയ്ക്കണമെന്ന് BJP. MP പിന്തുണച്ചില്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. പ്രതിയായ ഭർത്താവ് നോബി ലൂക്കോസിന് ജാമ്യം. നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.